കുഞ്ഞോളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? എന്നാണ് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ. എന്നിട്ട് അതിൽ പാഠത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ചു. എന്തിനാണ് ആറ്റങ്ങൾ പരസ്പരം കമ്പൈൻ ചെയ്യുന്നത്? എന്തിനാണ്? സ്റ്റെബിലിറ്റി എന്നുള്ള വലിയൊരു ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ പരസ്പരം കമ്പൈൻ ചെയ്യുന്നത്. കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ കമ്പൈൻ ചെയ്യുന്നതിന് മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ സ്റ്റെബിലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വന്നു, കമ്പൈൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അവർക്ക് സ്റ്റെബിലിറ്റി കിട്ടുന്നത്? അതിനുള്ള ഉത്തരം നമുക്ക് പറഞ്ഞു തന്നവരാണ് ലൂയിസ് ആൻഡ് കോസൽ. അവർ പറഞ്ഞു, അവസാനത്തെ ഷെല്ലിൽ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ, വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ കിട്ടുമ്പോഴാണ് അവർക്ക് സ്റ്റെബിലിറ്റി കിട്ടുന്നത്. 8 ഇലക്ട്രോൺ ഓൾറെഡി ഉണ്ട് എങ്കിൽ അവർ കെമിക്കൽ കോമ്പിനേഷനിൽ ഏർപ്പെടില്ല. 8 ഇലക്ട്രോൺസ് അവസാനത്തെ ഷെല്ലിൽ ഇല്ലാത്തവര് ഏത് വിധിയിനെയും 8 ഇലക്ട്രോൺ ലഭിച്ച് കിട്ടിയിട്ട് സ്റ്റെബിലിറ്റി ലഭിക്കാൻ വേണ്ടി ട്രൈ ചെയ്യും. അങ്ങനെ അവർ ട്രൈ ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് കെമിക്കൽ കോമ്പിനേഷൻ എന്നുള്ള പ്രോസസ്സ് നടന്നിട്ട് കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എങ്ങനെയൊക്കെ അവർക്ക് 8 ഇലക്ട്രോൺസ് ലഭിക്കാം? അതിനുള്ള വഴികളാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ 8 ഇലക്ട്രോൺ ലഭിക്കാൻ വേണ്ടിയിട്ട് വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളുള്ള ആറ്റങ്ങൾ പരസ്പരം കമ്പൈൻ ചെയ്ത് മോളിക്യൂൾസ് ആയിട്ട് മാറുന്നു. അപ്പോൾ വ്യത്യസ്ത ആറ്റങ്ങളെ അല്ലെങ്കിൽ വ്യത്യസ്ത കോൺസ്റ്റിറ്റ്യുവന്റുകളെ ഒരു മോളിക്യൂളിൽ പരസ്പരം ചേർത്ത് നിർത്തുന്ന ആ അട്രാക്റ്റീവ് ഫോഴ്സിനെ നമ്മൾ വിളിച്ച പേരാണ് കെമിക്കൽ ബോണ്ട്സ്. കെമിക്കൽ ബോണ്ട്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, 8 ഇലക്ട്രോൺ ലഭിക്കാൻ വേണ്ടിയിട്ട് ഇവർ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അതായത് കെമിക്കൽ കോമ്പിനേഷനിൽ ഏർപ്പെടാനുള്ള, പരസ്പരം കമ്പൈൻ ചെയ്യാനുള്ള വഴികൾ എന്തൊക്കെയാണ്? രണ്ടും ഒന്ന് തന്നെയാട്ടോ. 8 ഇലക്ട്രോൺ കിട്ടാനുള്ള വഴികൾ എന്താണ്? പരസ്പരം കമ്പൈൻ ചെയ്യുക. അങ്ങനെ പരസ്പരം കമ്പൈൻ ചെയ്തിട്ട് ഏതൊക്കെ രീതിയിലാണ് അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ കിട്ടുന്നത്? അതാണ് നമ്മുടെ നെക്സ്റ്റ് ഡിസ്കഷൻ ടോപ്പിക്. 3 രീതിയിലാണ് അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ലഭിക്കുക. മൂന്നാലൊരു രീതിയിൽ അവസാനത്തെ ഷെല്ലിൽ ഒറ്റ കോൺഫിഗുറേഷൻ ലഭിക്കും. ഓക്കെ, ആ 3 വഴികൾ ഓരോന്നും ഓരോ വീഡിയോ ക്ലിപ്പായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതിൽ ആദ്യത്തെ വഴി പറഞ്ഞു തരുന്നതിന് മുമ്പ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ അറിയേണ്ടതുണ്ട്. എന്ത് എന്ന് പറഞ്ഞാൽ, ആറ്റങ്ങൾ പരസ്പരം ഇന്ററാക്ട് ചെയ്യുമ്പോൾ ആക്ച്വലി ഇന്ററാക്ട് ചെയ്യുന്നത് ഓരോ ആറ്റങ്ങളുടെയും അവസാനത്തെ ഷെല്ലുകളിലുള്ള ഇലക്ട്രോണുകളാണ്. ഓക്കെ, ഞാൻ വേറൊരാൾക്ക് ഹസ്തദാനം കൊടുക്കുമ്പോൾ അയാളുടെ കൈവിരലുകൾ എൻ്റെ കൈവിരലുകളുമായിട്ട് കമ്പൈൻ ചെയ്യും. ഓക്കെ, അതേപോലെ ഒരാറ്റം മറ്റൊരാറ്റവുമായിട്ട് കോമ്പിനേഷനിൽ ഏർപ്പെടുമ്പോൾ അവിടെ ഈ എന്താ പറയുക, ഹാൻഡ് ഷേക്ക് കൊടുക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, പിന്നെ കൈ കൊടുക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, അവര് പരസ്പരം അവസാനത്തെ ഷെല്ലിലെ ഇലക്ട്രോണുകൾ വഴിയാണ് ആ ഇന്ററാക്ഷൻ നടത്തുന്നത്. ഓക്കെ, അവസാനത്തെ ഷെല്ലായിട്ട് ഷെല്ലിന് മുമ്പ് വേറെ ഷെല്ലുകൾ ഉണ്ട് എങ്കിൽ, ഫോർ എക്സാമ്പിൾ 3 ഷെല്ലുകൾ ഉണ്ടെങ്കിൽ, ഒരു ആറ്റത്തിൽ 3 ഷെല്ലുകൾ ഉണ്ടെങ്കിൽ, മൂന്നാമത്തെ ഷെല്ലിലെ ഇലക്ട്രോണുകളാണ് എന്താ പറയുന്നത്, ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നത്, അല്ലാതെ 2ലെയും 1ലെയും അല്ല. ഓക്കെ, അപ്പോൾ സാധാരണ കെമിക്കൽ കോമ്പിനേഷനെ നമ്മൾ കാണിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ അവസാനത്തെ ഷെല്ലിലെ ഇലക്ട്രോണുകളെ മാത്രമേ റെപ്രസെന്റ് ചെയ്യാറുള്ളൂ. ഇങ്ങനെ ലാസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ മെത്തേഡ് ഉണ്ട്. സാധാരണ നമ്മൾ എന്താ പറയാ, ഇലക്ട്രോൺ കാണിക്കുന്നത് എങ്ങനെയാണ്? ആറ്റത്തിന്റെ സിമ്പൽ എഴുതും, എന്നിട്ട് ഷെല്ലുകൾ വരക്കും, ഷെല്ലിൽ ഇലക്ട്രോണുകൾ ഡോട്ടുകളായിട്ട് കാണിക്കും. അപ്പൊ ഒരുപാട് ഷെല്ലുകൾ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? വലിയൊരു പിക്ചറായിട്ട് മാറും. അപ്പോൾ നമ്മളിപ്പോ പറഞ്ഞു, കെമിക്കൽ കോമ്പിനേഷനിൽ കാണിക്കുന്ന സമയത്ത് എല്ലാ ഇലക്ട്രോണുകളെയും കാണിക്കേണ്ട കാര്യമില്ല. പിന്നെയോ ആ കെമിക്കൽ കോമ്പിനേഷനിൽ പങ്കെടുക്കുന്നവരെ മാത്രം കാണിച്ചാൽ മതി. ധാരാണ് അത് ലാസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളാണ്, അതായത് വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോണുകളാണ്. ആ വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോണുകളെ സിമ്പിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ മെത്തേഡ് ഉണ്ട്. അതിന്റെ പേരാണ് ലൂയിസ് സിമ്പൽ. എന്താണ്? ലൂയിസ് സിമ്പൽ. ലൂയിസ് സിമ്പൽ എന്താണ് ഇവിടെ ചെയ്യുന്നത് പറഞ്ഞാൽ, ആറ്റത്തിന്റെ സിമ്പൽ എഴുതുക. ഫോർ എക്സാമ്പിൾ ലിഥിയം. ലിഥിയത്തിൽ 3 ഇലക്ട്രോണുകൾ
ഇലക്ട്രോണുകളാണുള്ളത്. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 1 അല്ലെ, 2 1. അപ്പൊ അവസാനത്തെ ഷെല്ല് ഏതാ? രണ്ടാമത്തെ ഷെല്ല്. അതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഒരേ ഒരു ഇലക്ട്രോൺ. ആ ഒരു ഇലക്ട്രോണിനെ ഈ സിമ്പൽ ഉണ്ടല്ലോ, എലമെന്റിന്റെ സിമ്പൽ അല്ലെങ്കിൽ ആറ്റത്തിന്റെ സിമ്പൽ, ആ സിമ്പലിന്റെ ചുറ്റും എവിടെയെങ്കിലും ആയിട്ട് ഒരു ഡോട്ട് ഇട്ടിട്ട് കാണിക്കുക. ഡോട്ട് അല്ല എങ്കിൽ സ്റ്റാർ ആയാലും മതി, ഒരു ക്രോസ് മാർക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റാർ മാർക്ക് ഇട്ടിട്ട് കാണിച്ചാലും മതി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഡോട്ട് ഇടുക അല്ലെങ്കിൽ സ്റ്റാർ ഇടുക അല്ലെങ്കിൽ ക്രോസ് ഇടുക. ഓക്കെ, ഇങ്ങനെ എലമെന്റിന്റെ സിമ്പലിന് സറൗണ്ടിങ് ആയിട്ട് വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോണുകളെ ഡോട്ട് ആയിട്ട് അല്ലെങ്കിൽ ക്രോസ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റാർ ആയിട്ട് കാണിക്കുന്നതിന് പറയുന്ന പേരാണ് ലൂയിസ് സിമ്പൽ, അല്ലെങ്കിൽ അതിന് പറയുന്നത് വേറൊരു പേരാണ് ഇലക്ട്രോൺ ഡോട്ട് സിമ്പൽ. ഇലക്ട്രോൺ ഡോട്ട് സിമ്പൽ. ഓക്കെ, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം എന്ന് പറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ പറയാ, മെഗ്നീഷ്യത്തിന്റെ ഇലക്ട്രോൺ ഡോട്ട് സിമ്പൽ എങ്ങനെയായിരിക്കും? മെഗ്നീഷ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 8 2. മൂന്നാമത്തെ ഷെല്ലാണ് അവസാനത്തെ ഷെല്ല്, അതിൽ 2 ഇലക്ട്രോണുകളാണ് ഉള്ളത്. ഓക്കെ, 2 ഇലക്ട്രോണുകൾ. സോ ഇതാണ് ഇലക്ട്രോൺ ഡോട്ട് സിമ്പൽ. അങ്ങനെയാണെങ്കിൽ ബെറിലിയം മനസ്സിലാവുന്നുണ്ടോ? ബെറിലിയം അങ്ങനെ തന്നെയാണ്. അവസാനത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോണാണ് ഉള്ളത്. ബോറോണോ അവസാനത്തെ ഷെല്ലിൽ 3 ഇലക്ട്രോണാണ് ഉള്ളത്. അപ്പൊ എങ്ങനെ കാണിക്കും? 1 2 3. കാർബൺ ആണെങ്കിൽ അവസാനത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 4 അല്ലെ, 2 3 4. നൈട്രജനിലോ 5 ഇലക്ട്രോണുകൾ ഉണ്ട്. 1 2 3 4 5. ഓക്കെ, ഓക്സിജൻ ആണെങ്കിലോ 6 ഇലക്ട്രോണുകൾ ഉണ്ട്. 1 2 3 4 5 6. ഓക്കെ, നെക്സ്റ്റ് ഫ്ലൂറിൻ. ഫ്ലൂറിൻ ആണെങ്കിൽ അവസാനത്തെ ഷെല്ലില് 7 ഇലക്ട്രോണുകൾ ഉണ്ട്. 2 4 6 7. നിയോൺ. നിയോൺ ആണെങ്കിൽ 8 ഇലക്ട്രോണുകൾ ഉണ്ട്. 2 4 6 8. 8നേക്കാൾ കൂടുതൽ എന്തായാലും ലാസ്റ്റ് ഷെല്ലിൽ വരുമല്ലോ. ഓക്കെ, അപ്പൊ ഇതാണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ ആദ്യത്തെ മെത്തേഡ് പറയാൻ പോവാണ്. ലാസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ അറ്റൈൻ ചെയ്തിട്ട് സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന വലിയൊരു ലാഭം കൈവരിക്കുന്ന ആ ഒന്നാമത്തെ രീതി ഞാനത് എക്സാമ്പിൾ ആയിട്ട് പറയാം. സോഡിയം. സോഡിയത്തിന്റെ ഒരാറ്റം ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഭയങ്കര വിഷമത്തിലാണ് ചങ്ങായി. എന്തെന്നറിയാവുക? അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 8 1 എന്നുള്ളതാണ്. കാരണം ആറ്റോമിക് നമ്പർ 11 ആണ്. അവസാനത്തെ ഷെല്ലിൽ അപ്പോൾ ഒരു ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ അല്ലെ? അപ്പോൾ അത് നമുക്ക് ഡോട്ട് ഡയഗ്രാം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കാണിക്കാം. ഇദ്ദേഹത്തിന് വലിയ വിഷമം. എന്തെന്നറിയാവോ? സ്റ്റെബിലിറ്റി ഇല്ല. എന്തേ സ്റ്റെബിലിറ്റി ഇല്ലാത്തത്? ആ ചങ്ങായിന്റെ ലാസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. 8 ഇല്ല, അതായത് ഒക്ടറ്റ് ഇല്ലാത്തത് കൊണ്ട് ചങ്ങായിക്ക് സ്റ്റെബിലിറ്റി ഇല്ല. ഓക്കെ, 8 ആവണമെങ്കിൽ ഇനി 7 എണ്ണം കൂട്ടിച്ചേർക്കണം. വലിയ പ്രയാസമാണ്. ആരും 7 ഇലക്ട്രോൺ ഒന്നും കൊടുക്കൂല. പലരോടും ചോദിച്ചു നോക്കി കിട്ടാനില്ല. അങ്ങനെ ചങ്ങായി ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് മിസ്റ്റർ ക്ലോറിൻ അതിലെ കൂടി വന്നത്. ഓക്കെ, ക്ലോറിൻ അതിലെ കൂടി ഇങ്ങനെ വന്നു. ആര് വന്നു? ക്ലോറിൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സോഡിയത്തിനെ കണ്ടു. ഓക്കെ, സോഡിയത്തിനെ കണ്ടപ്പോഴേ ക്ലോറിൻ കാര്യം ചോദിച്ചു, സോഡിയം കാര്യം പറഞ്ഞു. ഓക്കെ, അപ്പൊ ക്ലോറിൻ ഒരു ഐഡിയ കൊടുത്തു. എന്നറിയാവുക? അതിന് നീ ഇങ്ങനെ കുറേ ആൾക്കാരോട് ചോദിക്കാറുണ്ടിരിക്കുന്നു. ലാസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ കിട്ടിയാൽ എനിക്ക് സ്റ്റെബിലിറ്റി ആയി ആണല്ലോ. ഓക്കെ, അതിന് അങ്ങനെ എല്ലാവരോടും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ ഒരു കാര്യം ചെയ്യുന്നതറിയോ? നിന്റെ ലാസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഇല്ല, ഇത് ഈ ഒരു ഇലക്ട്രോണ്, അതിനെ അതിനെ ഒഴിവാക്കി. എന്നിട്ട് ഈ തൊട്ട് മുമ്പത്തെ ഷെല്ലിലേക്ക് നോക്ക്, അവിടെ 8 ഇല്ലേ? ഇത് കളഞ്ഞാൽ പിന്നെ അവസാനത്തെ ഷെല്ല് ഇതല്ലേ? അവിടെ 8 ഇല്ലേ? അങ്ങനെയായാൽ എനിക്ക് സ്റ്റെബിലിറ്റി ഇല്ലേ? സോഡിയത്തിന് അപ്പൊ ബൾബ് കത്തി. ശരിയാണല്ലോ, ഞാനെങ്ങനെ വെറുതെ വിഷമിച്ചിരിക്കുന്നതിന്റെ കാര്യം എന്താണത്? ക്ലോറിൻ പറഞ്ഞ ഐഡിയ കേട്ടിട്ട് മിസ്റ്റർ സോഡിയം അദ്ദേഹത്തിന്റെ അവസാനത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോണ് അങ്ങ് കളഞ്ഞപ്പോൾ മിസ്റ്റർ സോഡിയത്തിന്റെ തൊട്ട് മുന്നിലുള്ള ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആയി. ഓക്കെ, അപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ സോഡിയം എന്തായിട്ട് മാറിനറിയാവുക? ഒരു ഇലക്ട്രോൺ ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു സംഗതി അവിടെ നടക്കും. എന്തെന്നറിയോ?
ഇലക്ട്രോൺ ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺ ലോസ് ചെയ്യുന്നവർക്ക് ചാർജ് ലഭിക്കും. ഏത് ചാർജ് അറിയാവോ? പോസിറ്റീവ് ചാർജ്. അതല്ല നിങ്ങൾക്ക് അറിയാം എങ്ങനെ കിട്ടുന്നു എന്നുള്ള കാര്യം ഞാൻ പറയുന്ന കാര്യമില്ലല്ലോ. അപ്പൊ സോഡിയത്തിന് പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നു. ഓക്കെ, നേരത്തെ സോഡിയം ന്യൂട്രൽ ആറ്റം ആയിരുന്നു. ഒരു ഇലക്ട്രോൺ ലോസ് ചെയ്തപ്പോൾ മിസ്റ്റർ സോഡിയം പോസിറ്റീവ് ചാർജ് ഉള്ള ആളായിട്ട് മാറി. ചാർജ് ഉള്ളവരെ പറഞ്ഞ പേരാണ് അയോൺ. Now the neutral sodium converted to sodium ion, positively charged sodium ion. ഇനി വേറൊരു സംഗതി കൂടിയാണ് നടക്കുന്നുണ്ട്. ക്ലോറിൻ എന്തിനാണ് ഈ ഐഡിയ കൊടുത്തതെന്ന് അറിയാവോ സോഡിയത്തിന്? ആക്ച്വലി അതൊരു സ്വിപ്പാക്കലായിരുന്നു. ഓക്കെ, അങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തതിലെ കൂടിയിട്ട് ക്ലോറിന് ഒരു നേട്ടമുണ്ടായി. എന്തിനറിയാവോ? ക്ലോറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 7 എന്നാണ്. അറ്റോമിക് നമ്പർ 17 ആണല്ലോ. സോ മിസ്റ്റർ ക്ലോറിന്റെ ലാസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഉണ്ട്. അദ്ദേഹത്തിനാണെങ്കിൽ സ്റ്റെബിലിറ്റി ഇല്ലാതെ ഇങ്ങനെ അലഞ്ഞു തിരിയായിരുന്നു. എന്തേ? അദ്ദേഹത്തിന് 8 ഇലക്ട്രോൺ വേണം ലാസ്റ്റ് ഷെല്ലില്. അതിന് 1 ഇലക്ട്രോൺ വേണം. അത് എവിടെ നിന്ന് കിട്ടുമെന്ന് ഇങ്ങനെ നടക്കുന്ന സമയത്താണ് എന്താ പറയാ ദുഃഖിച്ചിരിക്കുന്ന സോഡിയത്തിനെ കണ്ടത്. സോഡിയത്തിനെ പറഞ്ഞ് പറ്റിച്ചിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് 1 ഇലക്ട്രോൺ ആക്ച്വലി നേടുകയാണ് മിസ്റ്റർ ക്ലോറിൻ ചെയ്തത്. ഈ സോഡിയം പുറത്തേക്ക് തള്ളി ഇലക്ട്രോൺ ഉണ്ടല്ലോ, ആ ഇലക്ട്രോണിനെ സോഡിയം ആക്സെപ്റ്റ് ചെയ്തു. ക്ലോറിൻ സ്വീകരിച്ചു. അങ്ങനെ ക്ലോറിന്റെ ലാസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആയി? അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആയി. ഓക്കെ, 2, 8 ഇതാണ് സോഡിയത്തിന് ഇപ്പോഴുള്ള കോൺഫിഗറേഷൻ. ക്ലോറിന്റെ കോൺഫിഗറേഷനോ 2, 8, 8. അപ്പൊ 2 പേർക്കും ലാസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺ ആയി. ഓക്കെ, എത്ര ഇലക്ട്രോൺ? 8 ഇലക്ട്രോൺ ആയി. ആവശ്യം 2 പേരുടെയും ആവശ്യം പൂർത്തിയായി. സോഡിയത്തിന് ഒരു നഷ്ടം സംഭവിച്ചാലും കുഴപ്പമില്ല, സ്റ്റെബിലിറ്റിനുള്ള വലിയ ലാഭം കിട്ടിയല്ലോ. ഓക്കെ, ഇനി ആയിട്ടാ തീർന്നിട്ടില്ല. ക്ലോറിൻ ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്തില്ലേ? അപ്പോൾ ഇലക്ട്രോൺ സ്വീകരിച്ച ആൾക്കും ചാർജ് ലഭിക്കും. ലോസ് ചെയ്തവർക്ക് മാത്രമല്ല, ലോസ് ചെയ്തവർക്ക് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഗെയിൻ ചെയ്തവർക്ക് നെഗറ്റീവ് ചാർജ് ആണ് ലഭിക്കുക. സോ മിസ്റ്റർ ക്ലോറിന് നെഗറ്റീവ് ചാർജ് ലഭിക്കും. ഓക്കെ, സോ ഇലക്ട്രോൺ ലോസ് ചെയ്തത് വഴി സോഡിയത്തിന് പോസിറ്റീവ് ചാർജും ആ ലോസ് ചെയ്ത ഇലക്ട്രോണിനെ സ്വീകരിച്ചത് വഴി ക്ലോറിന് നെഗറ്റീവ് ചാർജ് ലഭിച്ചു. ഓക്കെ, ഇപ്പൊ അത് ആ 2 കോൺഫിഗറേഷൻ മനസ്സിലായോ? കണ്ടോ? അപ്പൊ ഇപ്പൊ 2 പേർക്കും സ്റ്റെബിലിറ്റി ഉണ്ടല്ലോ. അപ്പൊ 2 പേർക്കും സമാധാനമായി 2 പേരും 2 വഴിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി. ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ, സ്റ്റെബിലിറ്റി കിട്ടിയില്ലേ? 2 പേര് 2 വഴിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി. സോഡിയം അങ്ങോട്ട് പോകാൻ നോക്കുന്നു, ക്ലോറിൻ അങ്ങോട്ട് പോകാൻ നോക്കുന്നു. പോകാൻ പറ്റുന്നില്ല. സോഡിയത്തിന് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല, ക്ലോറിൻ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. എന്തോ അട്രാക്റ്റീവ് ഫോഴ്സ് ബാക്കിൽ നിന്ന് ആരോ വലിക്കുന്നത് പോലെ സോഡിയത്തിന് തോന്നുന്നു, ബാക്കിൽ നിന്ന് ആരോ വലിക്കുന്നത് പോലെ ക്ലോറിന് തോന്നുന്നു. എന്താണെന്നറിയാവോ? ഇങ്ങനെ ഇലക്ട്രോൺ ലോസ് ചെയ്യുക അല്ലെങ്കിൽ ഗെയിൻ ചെയ്യുക എന്നുള്ള പ്രോസസ് നടന്നപ്പോൾ 2 പേർക്കും ചാർജ് എന്നുള്ള പ്രോപ്പർട്ടി ലഭിച്ചു. എന്ത് ചാർജ്? ഓപ്പോസിറ്റ് ചാർജ്. ഓപ്പോസിറ്റ് ചാർജുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, അവർ പരസ്പരം അട്രാക്ട് ചെയ്യും. ഓപ്പോസിറ്റ് ചാർജുകൾ അടുത്ത് വന്നാൽ അവർ പരസ്പരം പറ്റിപ്പിടിക്കും, അവർക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പ്രയാസമായിരിക്കും. എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജുള്ള സോഡിയത്തിന് നെഗറ്റീവ് ചാർജുള്ള ക്ലോറിൻ അട്രാക്ട് ചെയ്യുന്നു, നെഗറ്റീവ് ചാർജുള്ള ക്ലോറിനെ പോസിറ്റീവ് ചാർജുള്ള സോഡിയം അട്രാക്ട് ചെയ്യുന്നു. അവർക്ക് വേർപിരിയാൻ പറ്റൂല, അവർ പരസ്പരം കമ്പൈൻ ചെയ്യപ്പെട്ടു. ആര്? സോഡിയം ക്ലോറിനുമായിട്ട് കമ്പൈൻ ചെയ്തതല്ല. സോഡിയം ആദ്യം സോഡിയം അയോണായിട്ട് മാറി, ക്ലോറിൻ അയോണായിട്ട് മാറി. ആ അയോണുകളാണ് പരസ്പരം കമ്പൈൻ ചെയ്യുന്നത്. നോക്ക്, ഏതയോണ്? സോഡിയം അയോണ്, ക്ലോറിൻ അയോണ് പരസ്പരം കൂടിച്ചേർന്നു. എന്ത് കാരണം? പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കാരണം. ആ അട്രാക്റ്റീവ് ഫോഴ്സിന്റെ പേരാണ്, കേൾക്കണേ, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിന് ഒരു പേരുണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്റ്റീവ് ഫോഴ്സ്. എന്നാണ് ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്റ്റീവ് ഫോഴ്സ്, വൈദ്യുതാകർഷണ ബലം. സോ
ഈ രണ്ട് ഓപ്പോസിറ്റ് ചാർജ് ഉള്ള അയോണുകളുടെ ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്റ്റീവ് ഫോഴ്സ് വഴി ആ രണ്ട് അയോണുകൾ പരസ്പരം കമ്പൈൻ ചെയ്യുന്നു. കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ന്യൂട്രലൈസ് ചെയ്തു. ഇനി ഇവർ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചാർജ് ഇല്ല, ആ ഒരു കുടുംബമായി. എന്താ അർത്ഥം? ചാർജ് ഇല്ല എന്ന് പറഞ്ഞാല് കൊടുത്തതും വാങ്ങിയതെല്ലാം മറന്നു, ഇനി അവരൊറ്റക്കെട്ടാണ്. കൊടുത്തതും മറന്നു, വാങ്ങിയതും മറന്നു, ഇനി അവരൊറ്റക്കെട്ടാണ്, ഒരു കുടുംബമാണ്. സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഫാമിലി. കണ്ട കോമ്പൗണ്ട് ഫോം ചെയ്തത്? കണ്ട പരസ്പരം കമ്പൈൻ ചെയ്തത്? കണ്ട എന്തിനാ അവർ കമ്പൈൻ ചെയ്തത്? 8 ഇലക്ട്രോൺ കിട്ടാൻ വേണ്ടിയിട്ട്. 8 ഇലക്ട്രോൺ കിട്ടിയിട്ട് അവർ പരസ്പരം കമ്പൈൻ ചെയ്ത് സ്റ്റേബിൾ ആയിട്ട് മാറി. അപ്പൊ ഈ കോമ്പൗണ്ടിൽ ഇവർ പരസ്പരം ചേർത്ത് നിർത്തിയ ഫോഴ്സ് ഏതാ? ഒരു കോമ്പൗണ്ടിൽ ശരിക്കും നോക്കണം, ഒരു കോമ്പൗണ്ടിൽ കോൺസ്റ്റിറ്റ്വന്റ് അയോൺസിനെയോ അല്ലെങ്കിൽ ആറ്റങ്ങളോ ആരായിക്കോട്ടെ, കോൺസ്റ്റിറ്റ്വൻസിനെ പരസ്പരം, ഘടകങ്ങളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ഫോഴ്സിന്റെ പേരെന്താ? ബോണ്ട്, കെമിക്കൽ ബോണ്ട്. ആ കെമിക്കൽ ബോണ്ട് ഇവിടെ ആരാ? അത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. ഏതാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. ഇങ്ങനെ അല്ലേ? അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കെമിക്കൽ ബോണ്ട് ആയിട്ട് വരുന്നത് എവിടെയാ? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കെമിക്കൽ ബോണ്ട് ആയിട്ട് വരുന്നത് എവിടെയാ? അപ്പൊ ചോദിച്ചതിന് അർത്ഥം മനസ്സിലായ? ഓപ്പോസിറ്റ് ചാർജുള്ള അയോണുകൾ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് രണ്ടാൾക്കാരെ പരസ്പരം ബന്ധിപ്പിക്കുന്നത് എപ്പോഴാ? രണ്ട് ചാർജുകൾ അടുത്ത് വരുമ്പോൾ. രണ്ട് ചാർജുകൾ ആരാ? അയോണുകൾ. അപ്പൊ അയോണുകളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ബോണ്ടാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, അല്ലെ? ഓപ്പോസിറ്റ് ചാർജുള്ള അയോണുകളെ പരസ്പരം ബൈൻഡ് ചെയ്യുന്ന ബോണ്ടാണ് ഇവിടെ ഫോം ചെയ്തിട്ടുള്ളത്. ആ ബോണ്ടിന് പറഞ്ഞ പേരാണ് അയോണിക് ബോണ്ട്. എന്താണ്? അയോണിക് ബോണ്ട്. കേൾക്കണേ, അയോണിക് ബോണ്ട്. അയോണിക ബന്ധനം, അയോണിക് ബോണ്ട്, അയോണിക ബന്ധനം. സോ ഇതാണ് 8 ഇലക്ട്രോൺ കിട്ടിയിട്ട് സ്റ്റെബിലിറ്റി കൈവരിക്കാനുള്ള ഒരു വഴി, ദി ഫോർമേഷൻ ഓഫ് അയോണിക് ബോണ്ട്. എങ്ങനെ നിങ്ങൾ ഇത് ഡിഫൈൻ ചെയ്യും? ഞാനിപ്പോ എക്സാമ്പിൾ വെച്ചിട്ടാ പറഞ്ഞത്. എങ്ങനെ നിങ്ങൾ ഡിഫൈൻ ചെയ്യും? എന്താണ് അയോണിക് ബോണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ പറയും, അയോണിക് ബോണ്ട് ഈസ് ദി ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്റ്റീവ് ഫോഴ്സ്. പഠിച്ചിട്ട് പോ. ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്റ്റീവ് ഫോഴ്സ് അതെന്താ ചെയ്യുന്നത്? വിച്ച് ഹോൾഡ്, അത് പരസ്പരം ചേർത്ത് നിർത്തുന്നു. ആരെ? ദി വേരിയസ് അയോൺസ്, ഐ മീൻ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോൺസ്, വിപരീത ചാർജുള്ള അയോണുകളെ. എന്തിലെ? ഇൻ എ കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ടിലെ വിപരീത ചാർജുള്ള അയോണുകളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന chemical bond ആണ് ionic bond. Ionic bond is the chemical bond, or it is the electrostatic force of attraction which hold the oppositely charged ions in a molecule together. അതിലെല്ലാം ഉണ്ട്. It is the electrostatic attractive force which hold the oppositely charged ions in a molecule together. ഇനി എങ്ങനെയാണ് ഫോം ചെയ്തത്? It is formed by the complete transference of electron from one atom to another. ഒരാൾ മറ്റൊരാൾക്ക് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുന്നത് വഴിയാണ്, കംപ്ലീറ്റ് ആയിട്ട് വിട്ടുകൊടുക്കുന്നത് വഴിയാണ്, അതായത് ഇലക്ട്രോണിന്റെ കൈമാറ്റം വഴിയാണ്. സോ ഇലക്ട്രോണുകളുടെ കൈമാറ്റം വഴി ഉണ്ടാകുന്ന ബോണ്ടാണ് അയോണിക് ബോണ്ട്. അങ്ങനെ പല രീതിയിൽ പറയാം. It is electrostatic attractive force, or it is the bond formed by the complete transfer of electrons between the atoms. അല്ലെങ്കിൽ അങ്ങനെ പറയാൻ അറിയാമോ? ഇതാ, ഈ പോസിറ്റീവ് ചാർജുള്ള അയോൺ എന്ന് പറഞ്ഞ പേരാണ് കാറ്റയോൺ. ആര്? കാറ്റയോൺ. നെഗറ്റീവ് ചാർജുള്ള അയോൺ എന്ന് പറഞ്ഞ പേരാണ് ആനയോൺ. ഏത്? ആനയോൺ. സോ ഇറ്റ് ഈസ് ദി അയോണിക് ബോണ്ട് ഈസ് ദി chemical bond which combines the cation and anion. Ionic bond is the chemical bond which combine cation and anion. ഉത്തരായി. ഇന പേരിലേക്ക് നോക്കുക, അയോണിക് ബോണ്ട്, അയോണുകളെ ബൈൻഡ് ചെയ്യുന്ന ബോണ്ട്. അയോണുകളെ ബൈൻഡ് ചെയ്യുന്ന ബോണ്ടാണ് അയോണിക് ബോണ്ട്. അയോണുകൾ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കണം. അപ്പൊ പല രീതിയിൽ ഒരേ ഡെഫിനിഷൻ തന്നെ പഠിക്കണമെന്നില്ല, ഞാൻ തന്ന നോട്ടിലുള്ള തന്നെ പഠിക്കണമെന്നില്ല. എന്ത് നിങ്ങൾ മനസ്സിലാക്കിയത് എഴുതിയാൽ മതി, അതിൽ കണ്ടന്റ് ഉണ്ടാവണം. ഓക്കെ, ഈ പറഞ്ഞതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഓക്കെ അല്ലേ കുഞ്ഞുങ്ങളെ? സംശയമില്ലല്ലോ. അപ്പൊ ഞാൻ ഇന്നല്ലോ ഇനി ഒരു എക്സാമ്പിൾ കൂടി നിങ്ങൾക്ക് ഇതിനു വേണ്ടി പറഞ്ഞു തരട്ടെ, അയോണിക് ബോണ്ട് ഫോം ചെയ്യുന്നതിൽ. ഓക്കെ,
കാൽഷ്യവും ഫ്ലോറിനും തമ്മിൽ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. ഓക്കെ, കാൽഷ്യം ഫ്ലോറിൻ ഈ രണ്ടെണ്ണം തമ്മിൽ കാൽഷ്യവും ഫ്ലോറിനും തമ്മിൽ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. എങ്ങനെയാണ് ആ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത് നോക്കാം. കാൽഷ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 8 കാൽഷ്യത്തിന്റെ ആറ്റോമിക് നമ്പർ എത്രയാ? 20. അപ്പൊ 2 8 8 2. അപ്പൊ അവസാനത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2. ഫ്ലൂറിന്റെ ആറ്റോമിക് നമ്പർ എത്രയാ? 9. അവസാനത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 7 അല്ലെ? അപ്പൊ 2 4 6 7. 2 8 8 2. ഓക്കെ, 2 7. അപ്പൊ ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ മിസ്റ്റർ കാൽഷ്യത്തിന് എന്ത് വേണം? ഈ 2 ഇലക്ട്രോൺ ലോസ് ചെയ്താൽ മതി. ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കാൻ കാൽഷ്യത്തിന് 2 ഇലക്ട്രോൺ ലോസ് ചെയ്താൽ മതി. അങ്ങനെ കാൽഷ്യം എന്ത് ചെയ്യുന്ന അറിയാവോ? അദ്ദേഹത്തിന്റെ 2 ഇലക്ട്രോണുകൾ ലോസ് ചെയ്യുന്നു. 1 ഇലക്ട്രോൺ ലോസ് ചെയ്താൽ 1 പോസിറ്റീവ് ചാർജ് കിട്ടും. 2 ഇലക്ട്രോൺ ലോസ് ചെയ്താൽ 2 പോസിറ്റീവ് ചാർജ് കിട്ടും. സോ കാൽഷ്യം becomes Ca2+8. ഓക്കെ, അങ്ങനെ 2 ഇലക്ട്രോണുകൾ കാൽഷ്യം ലോസ് ചെയ്യുന്നു. പക്ഷെ ഫ്ലൂറിൻ ആണെങ്കിൽ 1 ഇലക്ട്രോൺ മതി. ഇയാള് 2 ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 2-ൽ 1 ഈ ഫ്ലൂറിൻ ആക്സെപ്റ്റ് ചെയ്യും. അപ്പൊ 1 ഇലക്ട്രോൺ വെറുതെ ഇല്ലേ? അപ്പൊ ഈ ഫ്ലൂറിൻ ഇദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് വരുന്ന അവിടെ 1 ഇലക്ട്രോൺ വെറുതെ കിടക്കുന്നുണ്ടെങ്കിൽ ബാധാറിട്ട് വിളിക്കും. ഓക്കെ, അപ്പൊ 1 ഈ ആക്ക് കൊടുക്കും. ഓക്കെ, അങ്ങനെ ഈ ഫ്ലൂറിൻ എന്തായിട്ട് മാറും? 1 ഇലക്ട്രോൺ ഗെയിൻ ചെയ്താൽ അത് F- ആയിട്ട് മാറും. ഓക്കെ, അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആകും F-. ഓക്കെ, മറ്റേ ഫ്ലൂറിൻ അങ്ങനെ 7 ഉണ്ടായത് 8 ആയിട്ട് മാറും. ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ കിട്ടിയതാണ്, നെഗറ്റീവ് ചാർജ് കിട്ടും. അപ്പൊ എന്തായി? ഇലക്ട്രോണുകളുടെ ട്രാൻസ്ഫർ നടന്നു. ഓരോ ആറ്റങ്ങൾ വാങ്ങിയ ആള് നെഗറ്റീവ് അയോൺ ആയിട്ട് മാറി, ആനിയോൺ ആയിട്ട് മാറി, കൊടുത്തയാള് പോസിറ്റീവ് അയോൺ ആയിട്ട് മാറി. അപ്പൊ അവരെന്ത് ചെയ്യും? പരസ്പരം കമ്പൈൻ ചെയ്യും. എന്തോ വഴി? ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്റ്റീവ് ഫോഴ്സ് വഴി ഇവര് പരസ്പരം അട്രാക്ഷൻ ഉണ്ടാകും. ഓക്കെ, അതായത് കാൽഷ്യം 2+ F-ആയിട്ടും കമ്പൈൻ ചെയ്യും. F- 2 ഉണ്ട്. ഓക്കെ, അപ്പൊ F2-. അപ്പൊ 2 നെഗറ്റീവ് 2 പോസിറ്റീവും ചാർജ് ചേർന്നിട്ട് ന്യൂട്രൽ ആകും. സോ കാൽഷ്യവും ഫ്ലൂറിനും കമ്പൈൻ ചെയ്താൽ ഉണ്ടാകുന്ന കോമ്പൗണ്ട് ആണ് CaF2. ക്ലിയർ ആയോ? അപ്പൊ 2 ആറ്റങ്ങൾ തമ്മില് അവർ തമ്മിലുണ്ടാവുന്ന അയോണിക് ബോണ്ട് ഫോർമേഷൻ കാണിക്കാൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഡൗട്ടില്ലല്ലോ? ഇനി അടുത്തത്. അപ്പോ അയോണിക് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ആറ്റങ്ങൾ പരസ്പരം ഇലക്ട്രോണുകളെ കൊടുക്കൽ വാങ്ങൽ പ്രോസസ്സ് നടത്തുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഒരാൾ ഇലക്ട്രോൺ ലോസ് ചെയ്യുന്നു, മറ്റൊരാൾ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നു. ലോസ് ചെയ്യുന്ന ആൾ എത്ര ഇലക്ട്രോൺ ലോസ് ചെയ്തു നോക്കുക, ഗെയിൻ ചെയ്യുന്ന ആൾ എത്ര ഇലക്ട്രോൺ ഗെയിൻ ചെയ്തു നോക്കുക. അതിന് പറയുന്ന പേരാണ് വാലൻസി ഓഫ് ദാറ്റ് ആറ്റം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ സോഡിയം 1 ഇലക്ട്രോൺ ലോസ് ചെയ്തു. ദാറ്റ് മീൻസ് ദി വാലൻസി ഓഫ് സോഡിയം ഈസ് 1. Valency of chlorine is 1 because it gained 1 electron during the formation of ionic bond. Valency of calcium is 2 because it lost 2 electrons during the formation of a ionic bond. In the same way, the valency of a fluorine is 1. Okay, so valency is clear ayallo. It is the number of electron gained or lost by an atom during the formation of ionic bonds. So, ഇതാണ് ഒന്നാമത്തെ വഴി. കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യാനുള്ള, അതായത് ആറ്റങ്ങൾ പരസ്പരം കമ്പൈൻ ചെയ്യാനുള്ള ഒരു വഴി അയോണിക് ബോണ്ട് ഫോർമേഷൻ. ഇനി ഈ അയോണിക് രണ്ടാമത്തത് പറയുന്നതിന് മുമ്പ് അയോണിക് ബോണ്ടുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം. ഓക്കെ.